ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഇടുക്കിയിലെ പാഞ്ചാലിമേട്ടിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഇടുക്കി ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പാഞ്ചാലിമേട്. സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിലാണ് പാഞ്ചാലിമേടിൻ്റെ സ്ഥാനം. കോട്ടയം കുമളി പാതയിലെ മുറിഞ്ഞിപ്പുഴയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരെയാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ എൻട്രി. നല്ല സ്ഥലമാണല്ലോ. പഴയ കാലത്തെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി കുരിശുമലയും ഭുവനേശ്വരി ക്ഷേത്രവും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പ്രാചീന വാസ്തുശില്പകലയിൽ തീർത്ത ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം പാണ്ഡവർ കൊടുത്തതാണെന്നാണ് വിശ്വാസം. ഈ മലയിൽ നിന്നാൽ മകരവിളക്കു കാണാം എന്നതാണ് മറ്റൊരു സവിശേഷത. ഫാമിലിക്കും ബാച്ചിലേഴ്സിനും ഒരുപോലെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിട്ടില്ലൻ സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ. പാണ്ഡവരുടെ പത്നിയായ പാഞ്ചാലിയുടെ സൗന്ദര്യം നമ്മൾ വായിച്ചറിഞ്ഞതല്ലേ. അത്രത്തോളം വരും പാഞ്ചാലിമേടിൻ്റെ സൗന്ദര്യവും. പച്ചവിരിച്ച മേടിനു മുകളിൽ മൂടൽ മഞ്ഞു തെന്നി നീങ്ങുന്ന കാഴ്ച എത്ര കണ്ടാലും മതിവരില്ല. നിങ്ങൾ ഇടുക്കിയിലേക്ക് വന്നാൽ ഒരു തവണയെങ്കിലും ഇവിടെ വരണം. പാഞ്ചാലിമേട്ടിലെ ഈ തണുപ്പും കോടമഞ്ഞും ആസ്വദിക്കണം. ഒരു തവണ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ തോന്നും. അത്രയ്ക്കും നല്ല ഒരു കോടയും തണുപ്പും അതുപോലെ തന്നെ കാറ്റും. പാഞ്ചാലിമേടിൻ്റെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ മനോഹരമായ പാറക്കെട്ടുകളാണ്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പാഞ്ചാലിമേടിന് സമീപത്തെ തെക്കേമല സഞ്ചാരികൾ ഒരുപാട് ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ്. അജ്ഞാതവാസത്തിന് തൊട്ടു മുൻപുള്ള കാലത്ത് പാണ്ഡവന്മാർ പാഞ്ചാലിക്കൊപ്പം ഇവിടെ താമസിച്ചെന്നാണ് കരുതപ്പെടുന്നത്. പാഞ്ചാലിക്കുളമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. പാണ്ഡവന്മാരുടെ വനവാസകാലത്തു പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടി ഭീമസേനൻ കുഴിച്ച കുളമാണിതെന്നാണ് വിശ്വാസം. അങ്ങനെ ഇതിനു പാഞ്ചാലിക്കുളം എന്ന് പേര് വന്നു. പക്ഷേ സദാസമയവും തെളിനീരുണ്ടാകുന്ന ഈ കുളം ഇപ്പോൾ ചെളി നിറഞ്ഞു കിടക്കുകയാണ്. കോട്ടയത്തു നിന്നു KK റോഡിലൂടെ 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാഞ്ചാലിമേട്ടിലെത്താം. അതുപോലെ മുണ്ടക്കയം കഴിഞ്ഞ് കയറ്റം കയറി മുറിഞ്ഞിപ്പുഴയിൽ എത്തുമ്പോൾ പ്രവേശന കവാടമായി. പിന്നെ അങ്ങോട്ട് 5 കിലോമീറ്റർ അല്പം സൂക്ഷിച്ചു വേണം ഡ്രൈവിംഗ്. ഇവിടത്തേക്ക് വരുന്നവർ മുണ്ടക്കയത്തോ കുട്ടിക്കാനത്തോ ആണ് താമസിക്കുന്നത്. ഇവിടെ പ്രത്യേക താമസ സൗകര്യങ്ങളൊന്നുമില്ല. പണ്ട് വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാർ വിശ്രമിക്കാനായി ഉപയോഗിച്ച സ്ഥലമാണെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. പാഞ്ചാലിയോടൊപ്പം ഇവിടെ കുറച്ചുനാൾ താമസിച്ചെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതൊരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചാർലി സിനിമയിലെ ചില ഭാഗങ്ങൾ ഇവിടെയാണ് ചിത്രീകരിച്ചത്. പാഞ്ചാലിമേട്ടിൽ സന്ദർശിക്കാൻ പറ്റിയ സമയം രാവിലെയും വൈകുന്നേരവുമാണ്. രാവിലെ ഒരു 6 മണി to 8 മണി ആ ഒരു സമയത്ത് നല്ല ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മൾ വന്നതും വൈകുന്നേരമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കോടയുണ്ടായിരുന്നു. കോടയിൽ നല്ല ആകാശം കാണാനും നല്ല ഭംഗിയായിരുന്നു. പാഞ്ചാലിക്കുളം, ആനക്കല്ല്, ഗുഹ, അടുപ്പുകല്ലുകൾ എന്നിങ്ങനെ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ അധികം കാഴ്ചകൾ കാണാൻ പറ്റിയില്ല.
എത്ര നേരം ചിലവഴിച്ചാലും ഒട്ടും മടുപ്പില്ലാത്ത കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഒന്നുകിൽ സൂര്യോദയം കാണാനോ അല്ലെങ്കിൽ സൂര്യാസ്തമയം കാണാൻ സാധിക്കുന്ന രീതിയിൽ വരുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. ഉച്ച സമയത്തൊക്കെ വരികയാണെങ്കിൽ ഈ മൂടൽമഞ്ഞൊന്നും അത് ഉണ്ടാവില്ല, വെയിലൊക്കെ ആയിരിക്കും. ഇടുക്കിയിലേക്ക് നിങ്ങൾ ഒരു ദിവസം ചിലവഴിക്കാനാണ് വരുന്നതെങ്കിൽ ധൈര്യമായിട്ട് പാഞ്ചാലിമേട് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ വാഗമണ്ണ് യാത്രയിലും പരുന്തുംപാറ യാത്രയിലും മൂന്നാർ യാത്രയിലും ഈ പ്ലാനിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ എളുപ്പത്തിൽ എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ.